വിളിക്കുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് ബാംഗ്ലൂരിൽ, അത് നോർത്ത് ബാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാക്ട് പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അതുപോലെയുള്ള ഒരു അടിപൊളി പ്രോജക്റ്റിലേക്കാണ്. പൂർവ്വനങ്കര ഗ്രൂപ്പിൻ്റെ പ്രൊവിഡൻറ്റ് എക്കോപൊളിറ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ്. സോ നമുക്ക് ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാം. കമാ. നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവിഡൻറ്റ് എക്കോപൊളിറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അനുരാഗ് ബ്രോ ആണ്. സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാം. കമാ. Loves the blood and gold, always wanting more freedom from the source. They don't really understand until they feel the force departed. If you start shit, you'll be heartless in the darkness. Torn apart quick, you left scars ripped, you'll be chewed up and discarded. അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. എന്താണ് ഈ നോർത്ത് ബാംഗ്ലൂരിൽ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ അട്രാക്റ്റീവായിട്ട് വരുന്നു? എസ്പെഷ്യലി ഈ ഒരു എയറോസ്പേസ് പാർക്കിൽ ഒരുപാട് പേര് അട്രാക്റ്റീവായിട്ട് ഇൻവെസ്റ്റിംഗ് പർപ്പസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഒരു ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജസ്? ഷാഹിദ് ബ്രോ പറഞ്ഞതുപോലെ തന്നെ എയറോസ്പേസ് പാർക്ക്, അതായത് എയർപോർട്ടിന് അടുത്ത് ഒരു IT ഹബ്ബ്, അതാണ് ഇവരുടെ പ്ലാൻ ബേസിക്കലി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KDBA എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, കർണാടകയുടെ ഗവൺമെന്റിന്റെ ഒരു ഗവർണിംഗ് ബോഡിയാണ്. അവരാണ് ഈ IT പാർക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയുടെ പല ഫേസസും അല്ലെങ്കിൽ വൈറ്റ് ഫീൽഡിലെ പല ഫേസസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഈ KDBA ആൾക്കാരാണ്. അവർ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സിൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെന്ന് തന്നെ അറിയാം, നമ്മുടെ ഈസ്റ്റിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റിയിലും നമ്മുടെ വൈറ്റ് ഫീൽഡിലൊക്കെ ഭയങ്കര കൺജഷൻ ആയി ഓൾറെഡി. ട്രാഫിക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടുതലായി. കാരണം അതൊക്കെ അൺപ്ലാൻഡ് ആയിരുന്നു, കുറച്ചുകൂടെ അൺപ്ലാൻഡ് ആയിരുന്നു. അവരുടെ ഇൻഫ്രാ ഡെവലപ്മെന്റ്സ് കുറച്ച് അൺപ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് നോർത്ത് സൈഡിലേക്ക് ഇവർ പുതിയ ഡെവലപ്മെന്റ്സ് എല്ലാം ഇങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ് ഈ എയറോസ്പേസ് പാർക്ക്. അപ്പോൾ IT ഹബ്സിലുള്ള കമ്പനികളെയും പ്ലസ് നമുക്കൊരു എയറോനോട്ടിക്കലായിട്ട് R&D റിസർച്ച് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബോയിങ്, എയർബസ് ഒക്കെ പോലത്തുള്ള എയറോനോട്ടിക്കൽ ഡിവിഷൻസ് ഉള്ള കമ്പനികളെ കൂടെ അവർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. അത് വലിയ വലിയ MNCs-നെ. അപ്പോൾ ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ഇൻഫ്രാ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ നോർത്ത് സൈഡിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ബാംഗ്ലൂരിലെ മെയിൻ IT ഹബ്ബ് എന്ന് പറയുന്നത് മാന്യത ടെക് പാർക്കാണ്, നാഗവര വരുന്നത്. സോ ഇപ്പോൾ ബ്രോ ഓൾറെഡി പറഞ്ഞു ഈ നമ്മളെ എയറോസ്പേസ് പാർക്കിൽ ഓൾറെഡി ഇതുപോലെയുള്ള IT ഹബ്ബുകളും വലിയൊരു ഡെവലപ്മെന്റ്, വലിയൊരു സ്കെയിൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ നടന്നിട്ടുള്ള ആ ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത്. അപ്പൊ അതിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോജക്റ്റിനുള്ള ഡെവലപ്മെന്റും അത് എത്രത്തോളം ഹൈപ്പ് ഉള്ളതായിരിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ മാന്യത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 350-400 ഏക്കറിലാണ് ആ ഡെവലപ്മെന്റ്. അതാണ് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടേക്കുന്ന ഏറ്റവും വലിയ IT ഡെവലപ്മെന്റ്. എയറോസ്പേസ് പാർക്കിൽ ഡെവലപ്മെന്റ് ഒന്ന് 3000 ഏക്കറാണ്. ഓക്കെ. അതെ, ഏകദേശം ×3% ഹൈക്ക് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ വരുന്ന കമ്പനീസ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ് ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നോർത്ത് ബാംഗ്ലൂരിലാണ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ചെയ്യാനുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ബോർഡർ സൈഡിലേക്ക് എത്തി ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ലാൻഡ് ഉള്ളൂ. പിന്നെ ഒരു മേജർ ഡെവലപ്മെന്റ് ഈ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാരണം MNCs എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എയർപോർട്ടിന്റെ വിസിബിലിറ്റി നോക്കും. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 12 മിനിറ്റ് അല്ല, അതായത് മോർണിംഗ് ടൈമിലൊക്കെ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഉള്ള സമയത്താണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എയർപോർട്ടിലെത്താം. അത്രയും ദൂരമേ ഉള്ളൂ നമുക്ക് എയർപോർട്ടിലേക്ക്. ഏകദേശം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ടെർമിനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ചെറിയ ഡിഫറൻസ് വരും. എന്നാൽ ഇത്രയും ദൂരമുള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഈ MNCs-നെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ക്ലയൻറ്റ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഓരോ മീറ്റിംഗ്സിനൊക്കെ പോകാൻ നേരത്ത് അവർക്ക് ട്രാഫിക് ഇല്ലാതെ എയർപോർട്ടിലോട്ടൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റണം. പിന്നെ നല്ല ഇൻഫ്രാസ് വേണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ലൈൻ റോഡ്സോ അല്ലെങ്കിൽ ചെറിയ റോഡ്സോ ഒന്നും നമുക്ക് ഈ ലൊക്കേഷനിലില്ല. ഏത് റോഡ് എടുത്താലും ഒരു സൈഡിൽ 2 ലൈൻ ഉണ്ടാവും. ഏറ്റവും ചെറിയ റോഡ് ഇപ്പം നമ്മുടെ ഈ പ്രൊജക്ടിന്റെ തന്നെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ റോഡ് യൂസ് ചെയ്യുന്ന നമ്മളും വേറൊരു ബിൽഡറും മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ആ റോഡ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് 4 ലൈൻ റോഡാണ്. അപ്പോൾ ഇവർ അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തത്. 4 ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ 2, അപ്പുറ സൈഡിൽ 2, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡെവലപ്മെന്റ്സിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ഇതെല്ലാം അവർ പ്രീ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ ലൊക്കേഷനിലോട്ട്. നേരത്തെ അവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർ മാക്സിമം ഡെവലപ്മെന്റ് ഒതുക്കാൻ നോക്കിയെങ്കിൽ ഇവിടെ അവർക്ക് ഒരുപാട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതെ, അപ്പൊ അവർ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഇൻഫ്രാ ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇതായിരിക്കും മേജർ.
ഇപ്പോൾ 300 ഏക്കറും 3000 ഏക്കറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കത് ഇൻഫ്രയിലും നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ ഈ 3000 ഏക്കറിന്റെ ബൈഫൊക്കേഷൻ എന്ന് പറയുമ്പോൾ 300 ഏക്കറിന്റെ ഫോറസ്റ്റ് തന്നെ വരുന്നുണ്ട് ഇതിനകത്ത്. അത് ഗവൺമെന്റ് തന്നെ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് അവരത് ഡെവലപ്പ് ചെയ്യും. അതിനകത്ത് പാർക്സ് ഉണ്ടാവും. നമുക്ക് തന്നെ അത് എൻഗേജ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 300 ഏക്കേഴ്സിൽ ഈ ഫുൾ ഫോറസ്റ്റും പാർക്കും വരും. പിന്നെ ഒരു 275 ഏക്കറാണ് ഇവർ റെസിഡൻഷ്യൽസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഈ പറയുന്ന 275 ഏക്കറിന്റെ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റിന്റെ പ്ലോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു 6-7 വർഷത്തോളമായിട്ട് ബാംഗ്ലൂർ നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ മടിവാള, കോരമംഗല, JP നഗർ ആ ഒരു ഏരിയയിലാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു 1.5 hour മുൻപ് ഞാൻ എന്തായാലും പ്രിപ്പയർ ആയിട്ട് ഇറങ്ങണം, എന്നാലേ എനിക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ റീച്ച് ആകാൻ പറ്റുന്നു. ഒരു 1.5 hour കൊണ്ട് നാട്ടിലേക്ക് എത്താൻ പറ്റുന്നു. അങ്ങനെയുള്ളൊരു സംഭവം അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ ഇതല്ലാതെ വേറെ എന്തെല്ലാം കണക്ടിവിറ്റി പരിപാടികളാണ് നമ്മൾ ഈ ഒരു ഏക്കറായിട്ട് ഈ ഒരു പ്ലോട്ട് വലിയൊരു ഹ്യൂജ് ഡെവലപ്മെന്റ് ആണത്. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എന്തൊക്കെ കണക്ടിവിറ്റി പ്രോഗ്രാംസ് ആണ്? ഇപ്പോൾ ഇവര് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെമ്പഗൌഡ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ കെമ്പഗൌഡയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് അവർ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ കറന്റ് നമുക്ക് 2 ടെർമിനൽസ് ആണ് ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യുന്നത്. അത് അവർക്ക് 4 to 5 ടെർമിനൽസ് ആക്കാനുള്ള പ്ലാനിങ് ആണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതായിരിക്കും ഇനി ഒരു ഓൾറെഡി ഒരു എയർപോർട്ടിനുള്ള പ്ലാനിങ് ഓൺ ഗോയിങ് ഉണ്ട് ബാംഗ്ലൂർ തന്നെ. വേറെ സൈഡിലേക്കായിരിക്കും അത് വരുന്നത്. എങ്കിൽ കൂടി കെമ്പഗൌഡ തന്നെയായിരിക്കും മേജർ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും. എക്സ്പ്രസ് ഹൈവേ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എവിടെ നിന്ന് എവിടെ വരെയാണെന്നുള്ളത് ആസ് ഓഫ് നൗ നമുക്ക് പ്ലാൻ ഇല്ല. പക്ഷേ ഒരു 2034, 2035 നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു 200 മീറ്റർ ദൂരത്തിൽ എക്സ്പ്രസ് ഹൈവേ വരും. അതെ, അത് എയർപോർട്ടിലേക്ക് കണക്ടിവിറ്റിയാണ് അവരുടെ മേജർ ഉദ്ദേശം. അത് ഏത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. പക്ഷെ മൈസൂർ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ ചെയ്യുന്നത്. അതുപോലെ മെട്രോ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും? അതെ, ഇപ്പോൾ നമുക്കിപ്പോൾ ആസ് ഓഫ് നോ ഒരു മെട്രോ സ്റ്റേഷൻ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ്ലൂർ ക്രോസ് റോഡ് എന്ന് പറയും. അത് ഏകദേശം നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന പ്രൊജക്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിപ്പോൾ ആസ് ഓഫ് നോ ഇവിടെ ഇപ്പോൾ ഒരു വലിയ ഡെവലപ്മെന്റ് നടക്കുന്നതുകൊണ്ട് റീസണിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഐദർ ഒരു മെട്രോ റെയിലോ അല്ലെങ്കിൽ ഒരു മോണോ റെയിൽ, അതായത് സബ്വേ പോലെ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. അതാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഏകദേശം ഒരു 2033 ായിരിക്കും കംപ്ലീറ്റ് ആവുന്നത്. സോ അറൗണ്ട് ഒരു 7 years. അതെ, 7 years ഇൻ ലൈനിലായിരിക്കും അതും കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കണക്ടിവിറ്റി കിട്ടും. ഇനി അതുകൂടാതെ ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഏകദേശം ഒരു 1 kilometer മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ബസ് ടെർമിനൽ വരുന്നുണ്ട്. ആ ബസ് ടെർമിനലിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ ബാംഗ്ലൂർ സിറ്റിക്ക് നമുക്ക് കണക്ടിവിറ്റി കിട്ടും. അത് പോരാതെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഷട്ടിൽസ് ടു എയർപോർട്ട്. അതെ, നമ്മുടെ പ്രൊജക്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ നേരെ തൊട്ട് ഫ്രണ്ടിലൊക്കെ സ്റ്റോപ്പ് ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് ഫ്രീ ഷട്ടിൽസ് കിട്ടും. അതിന്റെയൊക്കെ റീസൺ ഈ പറയുന്ന IT കമ്പനീസിനെ അവർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസുകളാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഷട്ടിൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്സസിബിലിറ്റിക്ക് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഈ ലൊക്കേഷനിൽ ഉണ്ടാവില്ല. സോ ഞാനിവിടെ വന്ന സമയത്ത് ബ്രോൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ടോട്ടൽ 9 towers ആണ് പ്രൊവിഡൻറ്റിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നതെന്ന്. അതുപോലെ തന്നെ അതിൽ 7 towers സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം ഇത്രയും യൂണിറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. 250 acres ഇത്രയും യൂണിറ്റ്സ് വരുന്നുണ്ട്, ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഇത്രയും ടവേഴ്സ് ഇപ്പോഴേ സോൾഡ് ഔട്ട് ആയി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു അപ്ഡേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 2 ഫേസ് ആണ്. ഇപ്പോൾ പ്രൊവിഡന്റ് എക്കോപോളിറ്റൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 acres ഓഫ് ലാൻഡ് പാസിൽ 9 towers അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 7 towers നമ്മൾ phase 1 എന്നും 2 towers നമ്മൾ phase 2 എന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി 1 single കമ്മ്യൂണിറ്റിയാണ്. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി phase 1 phase 2 എന്ന് പറയുന്നുള്ളൂ. കാരണം 2 ടൈമിലാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ 7 towers നമ്മൾ ലോഞ്ച് ചെയ്തത് 2023 August. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം ആവുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ 603 യൂണിറ്റ് സോൾഡ് ചെയ്തു. അതെ, ഡേ 1 നമ്മൾ 603 ഡേ 1 നമ്മൾ 603 യൂണിറ്റ് സോൾഡ് ആയി. പിന്നെ ബാക്കി വന്ന ഏകദേശം 900 അപ്പാർട്ട്മെന്റ്സിൽ കുറച്ച് യൂണിറ്റ്സ് ഒരു 1 monthനുള്ളിൽ സോൾഡ് ആയി തീർന്നു. പിന്നെ നമുക്കൊരു വലിയ ഗ്യാപ്പ് കിട്ടി. ഇപ്പോൾ നമുക്ക് എല്ലാവരും വേറെ പ്രൊജക്റ്റിലോട്ട് സ്പ്രെഡായി. പിന്നെ നമുക്ക് ആ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഫേസ് 2 towers ലോഞ്ച് ചെയ്യുന്നത്. ഈ 2 towers നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ 2023 ശേഷമാണ് ഈ ഒരു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ
അപ്പോൾ അതിനുശേഷം കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റാണ് ഈ ലൊക്കേഷന് വേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ റിലീസ് ചെയ്യുന്നത് ഈ 2 ടവേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 BHK, 3 BHK, 3.5 BHK ഈ 3 കോമ്പിനേഷനാണ് ഫേസ് 2-ൽ. നമുക്ക് 2 BHK ഇല്ല. ഓക്കെ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ സംഹൗ 2 BHK കുറച്ച് ഡിമാൻഡ് കുറവാണ്. കാരണം വരുന്നത് എല്ലാവരും IT കമ്പനീസിലുള്ള ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് അവർ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്പേസ് വേണ്ടിയിട്ട് ഒരു 20,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൂടുതൽ കൊടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാവരും നല്ല ഹൈ പെയ്ഡ് ആൾക്കാരായിരിക്കും, ഒബിയസ്ലി നല്ല വലിയ IT കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുതലും 1 BHKക്കും 3 BHKക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന 2 ടവേഴ്സിലും നമ്മൾ 1, 3 ആൻഡ് 3.5 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷനിലാണ് വരുന്നത്. അതിൽ കൂടുതലും 1 BHKs തന്നെയാണ്, കാരണം ഡിമാൻഡ് ഹൈ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസാണ്, അതിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും. ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെയർ മിനിമം ഇപ്പോൾ ഒരു C or D ക്ലാസ് ബിൽഡറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും 15% അപ്രീസിയേഷൻ കിട്ടുന്ന ഏക ലൊക്കേഷനാണ് ബാംഗ്ലൂരിൽ ബംഗളൂർ എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ. ഓക്കെ. ഇന്ത്യയിൽ തന്നെ. അപ്പോൾ നമ്മൾ ഏതൊരു ബിൽഡറിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് വേറെ മിനിമം 15% അപ്രീസിയേഷൻ ഗ്യാരണ്ടി ഉണ്ട് ആനുവലി. കൺഫേം ആണ്. അപ്പോൾ നമ്മൾ നല്ല കുറച്ചുകൂടെ നമ്മളൊരു തീം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി പോയിട്ട് ബിൽഡേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ മിനിമം ഒരു 90 to 20% പെർ ഇയർ അപ്രീസിയേഷൻ ഉണ്ടാവും. അത് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് അനുസരിച്ചാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ ആ പെർസെൻറ്റേജ് ഇനിയും കൂടും. അതെ. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ റെന്റൽ പർപ്പസിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തേക്ക് സോൾവ് ചെയ്യുന്ന റീസെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്? ലൈക്ക് അവർക്ക് പ്രൊവിഡൻ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്സ് എങ്ങനെയാണ്? ഇപ്പോൾ പ്രൊവിഡൻറ്റിൻ്റെ ഒരു മേജർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി കുറച്ചുകൂടെ തീം ബേസ്ഡ് ആയിട്ട് കമ്പനി പ്ലാൻ ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതായത് കുറേ കൂടി ഗ്രീനറി ആഡ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ മിനിയേച്ചർ കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ നമ്മൾ എന്താണ് ഇത്രയും ഗ്രീനറി. അപ്പോൾ നമ്മളെ 10 acres 65% ഓപ്പൺ സ്പേസ് ഉണ്ട്. ആ 65%-ൽ 1.5 acres ഫോറസ്റ്റ് ഏരിയ ആണ്, ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൂട്ട് ചെയ്ത് ഒരു 1300 ട്രീസ് അപ്രൂട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യാണ്. അപ്പോൾ ഒരു തിക്ക് ഫോറസ്റ്റ് ആയിരിക്കും അതിനകത്ത്. പിന്നെ നമുക്ക് അമ്യൂണിറ്റീസിലേക്ക് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോറസ്റ്റിനകത്ത് തന്നെ പിക്നിക് സ്പോട്ട്സ്, നടക്കാനുള്ള ഏരിയ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ബേർഡ് വാച്ചിങ് ഡെക്ക്, പിന്നെ മിനി സ്ട്രീം, ഇതൊക്കെ ഫോറസ്റ്റിനകത്ത് തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി പൂൾ വരുന്നുണ്ട്. അത് ഒളിമ്പിക് സൈസിലെ പൂളാണ്, ലാബ് പൂൾസ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു 18,000 സ്ക്വയർ ഫീറ്റിന്റെ G+5 സ്ട്രക്ചറിൽ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. അതിനകത്തായിരിക്കും നമുക്ക് ഇൻഡോർ അമ്യൂണിറ്റീസ് ഒക്കെ വരുന്നത്. നമ്മൾ ബാഡ്മിന്റൺ, സ്ക്വാഷ് കോർട്സ്, പിന്നെ ഹെൽത്ത് സെന്റേഴ്സ്, ജിം, എയറോബിക് സെന്റേഴ്സ്, ഇതെല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ ഒരു ക്ലയന്റിന് ലൈക്ക് ഒരു ടെനന്റിന് ഇവിടുന്ന് എവിടേക്കും വേറൊരു കാര്യത്തിന് പോകേണ്ട ആവശ്യമില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ഞാൻ പറയാം, അതിലേക്ക് നമുക്ക് വരാം. അത് കൂടാതെ നമുക്ക് ഈ അമ്യൂണിറ്റീസിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ പറയാനാണെങ്കിൽ സ്പോർട്സ് അറീന എന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ട്. അത് വരുമ്പോൾ നമുക്കൊരു ഫുട്ബോൾ ടർഫ് ഉണ്ട്, 2 ക്രിക്കറ്റ് നെറ്റ്സ്, സ്കേറ്റിംഗ് ഏരിയ, പിന്നെ മൾട്ടിപർപ്പസ് കോർട്ട്, നമുക്ക് ബാസ്കറ്റ് ബോളും വോളിബോളും ഒക്കെ പ്ലേ ചെയ്യാവുന്ന ഏരിയ. ഇത്രയാണ് നമുക്ക് അമ്യൂണിറ്റീസ് വരുന്നത്. ഇപ്പോൾ ഷാഹിദ് ബ്രോ ചോദിച്ച പോലെ തന്നെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്പേസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ G+2-ൽ നമ്മുടെ ഒരു ടവറിൻ്റെ അതായത് ഒരു 2-3 ടവറിൻ്റെ ഒരു ഫുൾ സൈഡ് G+1 കൊമേഴ്ഷ്യൽസ് വരും. അതിൽ നമുക്കിപ്പോൾ 2 ഫ്ലോർസിലായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് സ്പേസ് ഉണ്ടാവും, പിന്നെ ഷോപ്പ് ഏരിയാസ് ഉണ്ടാവും, ഇതൊക്കെ അതിലുണ്ടാവും. പിന്നെ ഈ ഒരു ലൊക്കേഷനെ സംബന്ധിച്ച് ഇപ്പോൾ ഏതൊരു A കാറ്റഗറി ബിൽഡർ ഈ ലൊക്കേഷനിൽ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് കമ്പൽസറി. അവർ മാക്സിമം എല്ലാവരും ഒരു കൊമേഴ്ഷ്യൽ സ്പോട്ട് കൊണ്ടുവരും. പ്ലസ് അത് ഈ 250 acres ഓഫ് കമ്മ്യൂണിറ്റിക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസിൽ ആർക്കും വരാം. കാരണം അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. ആ കൊമേഴ്ഷ്യലിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കയറാൻ പറ്റത്തില്ല, പക്ഷെ അവർക്ക് കൊമേഴ്ഷ്യൽ ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. സെയിം നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡറിൽ ഇപ്പോൾ അവർക്കാണ് അവിടുത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ വരാം. അതേപോലെ തന്നെ അവരുടെ കൊമേഴ്ഷ്യൽ സ്പേസിൽ ഇപ്പോൾ വരുന്നത് ഓറിയോൺ മാൾ വരുന്നുണ്ട്. നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അത്. ഓറിയോൺ മാൾ വരുന്നുണ്ട്. ഒരു 150 ബെഡ്സിന്റെ ഹോസ്പിറ്റൽ, സെന്റ് ജോൺസ് ഗ്രൂപ്പ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കും യൂസ് ചെയ്യാം. അതെല്ലാം പബ്ലിക്കിന് അവൈലബിൾ. അതെ, നമ്മുടെ ഈ 250 ഏക്കറിലുള്ള എല്ലാവർക്കും മാറി യൂസ് ചെയ്യാം. ഈവൻ ഔട്ട്സൈഡ് ഉള്ള ആളുകൾക്ക് അവർക്കാണെങ്കിൽ ആക്സസ് ചെയ്യാം, അതിൽ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പക്ഷെ ബേസിക്കലി ഇതിന്റെ ഒരു മേജർ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 250 ഏക്കേഴ്സിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ റീച്ച് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഹൈ ഡെൻസിറ്റി പ്രൊജക്റ്റ് അല്ലാതെ 10 ഏക്കറിൽ ഒരു 1400ഓളം അപ്പാർട്ട്മെന്റ് മാത്രം ഉൾക്കൊള്ളിച്ച്
കുറച്ച് നല്ല ഗ്രീൻ സ്പേസും ഓപ്പൺ സ്പേസും ഒക്കെ ഉള്ള ഒരു ക്രീം കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ബിൽഡേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു 3000-4000 അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ള പ്രൊജക്റ്റുകളാണ് അവർ ചെയ്യുന്നത്. ഓക്കെ. ഇത് മാത്രമായിരിക്കും കുറച്ച് ലോ ഡെൻസിറ്റി ആയിട്ട് ഒരു എ കാറ്റഗറി ബിൽഡർ, പൂർവങ്കര പോലത്തെ ഒരു എ കാറ്റഗറി ബിൽഡേഴ്സിൽ നിന്ന് വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. അതാണ് മേജർ അഡ്വാൻറ്റേജ്. നമ്മൾ റെന്റലിലേക്കും റീസെയിലേക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോൾ കറന്റ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ്. ഞാനിവിടെ ഒരു പ്രൊജക്റ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരാണ് ഇപ്പോൾ ആദ്യമായിട്ട് 2018 ലോഞ്ച് ചെയ്തതാണ് ആ പ്രൊജക്റ്റ്. അവർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഹാൻഡ് ഓവർ ചെയ്തു. ഞാനും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രൊജക്റ്റിലാണ് താമസിക്കുന്നത്. അത് 2018 കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. അത് ആ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ റെഡി ടു മൂവിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ അവിടുത്തെ ഒരു റെന്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 BHKയുടെ റെന്റൽ എന്ന് പറയുന്നത് ഒരു 19,000 to 23,000 രൂപയാണ് 1 BHKയുടെ റെന്റൽ അറ്റ് പ്രസന്റ്. ഒരു ഡെവലപ്മെന്റും ഇല്ലാതെ ഉള്ള ഒരു കണ്ടീഷനുള്ള റെന്റലാണ്. ഓക്കെ. പിന്നെ ഒരു 2 BHK നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 to 30,000. 3 BHK ആണെന്നുണ്ടെങ്കിൽ 35 to 45. അതാണ് ഇവിടുത്തെ കറന്റ് റെന്റൽ. ഓക്കെ. സോ ഒരു ഡെവലപ്മെന്റും ഇപ്പോൾ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോ ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. എല്ലാം കുറച്ച് ദൂരെയാണ്. ഒന്നുമില്ലാണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഹൈപ്പാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ്, വരാവുന്ന കമ്പനീസും ആ ഉണ്ടാവാൻ പോകുന്ന ഹ്യൂജ് ഹൈപ്പാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതിന്റെ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിട്ടേൺസ് ആയിരിക്കും. ഇപ്പോൾ റെന്റലിന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എൻ്റെ അടുത്ത്. അതായത് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇത്രയും പ്രൊജക്റ്റുകൾ അണ്ടർ ഗോയിങ് ആണ്. ഇപ്പോൾ ഷാഹിദ് ബ്രോ നേരത്തെ ചോദിച്ചു, ഇത്രയും പ്രൊജക്റ്റ് ഇവിടെ ഇല്ല, ഇതൊക്കെ എല്ലാം സെല്ലായി പോവോ എന്ന് ചോദിച്ചല്ലോ. നമുക്കിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ 3000 ഏക്കറിൽ 4 ലക്ഷത്തിൽ പ്ലസ് എംപ്ലോയ്മെന്റ് ഉണ്ട്. ആസ് പെർ എസ് ഗവൺമെന്റ് സർവേ, ഞാൻ വെറുതെ പറയുന്നല്ല, ഗവൺമെന്റ് സർവേ പ്രകാരം 4 ലക്ഷം പ്ലസ് എംപ്ലോയ്മെന്റ് ഇവിടെ വരുന്നുണ്ട് ഈ 3000 ഏക്കറിൽ. കാരണം വരുന്ന കമ്പനീസിൽ കുറച്ച് ഞാൻ കമ്പനീസ് പറയാം. എയർബസ്, ബോയിങ്, പിന്നെ സാപ്പ് ലാബ്സ്, ഓട്ടോലിവ്, ഷെല്ല്, അപ്പൊ അങ്ങനത്തെ കുറെ MNCs ആണ് ഇവിടെ വരുന്നത്. ആമസോണിന്റെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ 100 ഏക്കേഴ്സ് ക്യാമ്പസും 14,000 to 20,000 എംപ്ലോയീസ് ആണ് വരുന്നത് ഓരോ കമ്പനികളിലും. അപ്പോൾ 2028 ആകുമ്പോഴത്തേക്ക് 4 ലക്ഷം എംപ്ലോയ്മെന്റ് ആണ് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത്. ഈ 4 ലക്ഷം എംപ്ലോയീസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇൻസൈഡ് എയറോസ്പേസ് പാർക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 30,000 അപ്പാർട്ട്മെന്റ് ഉള്ളൂ. ഈ എല്ലാ അപ്പാർട്ട്മെന്റും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 30,000 അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. പക്ഷേ ഈ 30,000 അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായിട്ട് 4 ലക്ഷം എംപ്ലോയീസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത്രയും 4 ലക്ഷം പേര് വന്നില്ലെങ്കിൽ കൂടി തന്നെ 2 ലക്ഷം പേര് വരുള്ളൂ എന്ന് വിചാരിച്ചു. ഈ 2 ലക്ഷം പേരെ അക്കോമഡേറ്റ് ചെയ്യാനും നമുക്ക് ഈ 30,000 വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്ലാൻ ഇല്ലാതെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ കൊണ്ടുവന്നാലും 1 RK കൊണ്ടുവന്നാലും 1 BHK കൊണ്ടുവന്നാലും ഏതൊരു സ്പെസിഫിക്കേഷനിൽ ഒരു അപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നാലും ഇവിടെ ഹൈ ഹോട്ട്സ്പോട്ട് ആയിട്ട് പോകുന്നത് സോൾഡ് ഔട്ട് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ മേജർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ അപ്പാർട്ട്മെന്റ് പുള്ളി സെല്ല് ചെയ്യാൻ നേരത്ത് സെല്ലാവാതിരിക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഇനി ആൾക്ക് റെന്റൽ വേണമെന്നുണ്ടെങ്കിൽ അത് റെന്റൽ എന്തായാലും പോകും. 101% അതിന് ആളുണ്ടാവും. അത്ര ഡിമാൻഡ് ആയിരിക്കും ഈ ലൊക്കേഷൻ. ഒരു കസ്റ്റമർ ഇവിടെ നമ്മളൊരു ഇപ്പോൾ പ്രൊവിഡന്റിന്റെ ഒരു പ്രോജക്റ്റ് അപ്പോൾ അപ്പാർട്ട്മെന്റ്സ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ റെന്റൽ പർപ്പസോ ഓർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസോ വാട്ടെവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ EOI സ്റ്റേജ് ആണ് ഇപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ സ്റ്റേജ് ആണ്. പക്ഷേ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ റെറ റിസീവ്ഡ് ആയി. നമുക്ക് പ്രൊജക്റ്റിന് റെറ അപ്രൂവൽ ഓൾറെഡി വന്നു. അപ്പോൾ നമ്മൾ ലോഞ്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു January 18 കഴിയുമ്പോഴത്തേക്ക് ലോഞ്ച് വരും. ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, 1 ലക്ഷത്തിന്റെ സ്റ്റാൻഡേർഡ് EOI പേ ചെയ്തിട്ട് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്ത് ലോഞ്ചിന് വരാം. ഓക്കെ. അന്ന് വന്നിട്ട് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് അതിൽ നമുക്ക് പ്രൈസ് നോക്കിയിട്ട് സെലക്ട് എടുക്കാം. അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ EOI എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് 4 ലക്ഷം ഇനീഷ്യലി പേ ചെയ്ത് അപ്പാർട്ട്മെന്റ് ബ്ലോക്ക് ചെയ്യാം കസ്റ്റമേഴ്സിന്റെ പേരിൽ. ഓക്കെ. അവർക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിറ്റ്സ് നോക്കി ഫ്ലോസ് ഒക്കെ നോക്കി ബ്ലോക്ക് ചെയ്തെടുക്കാം. ബാക്കി പ്രൊസീജിയേഴ്സ് ഡേ ഓഫ് ലോഞ്ചിലായിരിക്കും. ഓക്കെ. ഇപ്പോൾ 4 lakhs നമ്മൾ ഇപ്പോഴേ പേ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അവരുടെ പേരിൽ തന്നെ ബ്ലോക്ക് ചെയ്തെടുക്കാം. ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ലോഞ്ച് ഇനി എന്നാണ്? ഇപ്പോൾ നമുക്ക് January 18 ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ January 18 വരുന്ന 18th അല്ലെന്നുണ്ടെങ്കിൽ ഒരു January 20th തന്നെ ലോഞ്ച് ഉണ്ടാവും. ഓക്കെ. പിന്നെ 3 and 3.5 ആസ് ഓഫ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് കുറച്ചൊരു ടൈം കിട്ടും. ഫസ്റ്റ് നമ്മൾ 1 BHK ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ ലോഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും 3 ഉം 3.5 ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ.
പ്രൊവിഡൻറ്റ് എക്കോപൊളിറ്റൻ്റെ എല്ലാ കാര്യങ്ങളും അനുരാഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇനി ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യണം, നമ്മളെ വിളിക്കണം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡയറക്റ്റ് വന്ന് കാണണം, അതിനേക്കാൾ എല്ലാം ഉപരി ഈ ഒരു പ്രോജക്റ്റ് ഫൈനലാകുമ്പോൾ ലൈക്ക് കൺസ്ട്രക്ഷൻ കഴിയുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ താഴെ തന്നെ ഇതിൻ്റെ ഒരു ഡെമോ ഫ്ലാറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ഡെമോ ഫ്ലാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വരാം, ആ ഫ്ലാറ്റ് കാണാം. അത് കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ആണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടുന്ന് തരും. ബാക്കി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ബാങ്കിങ് സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്, സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.